നമുക്ക് ഒരു ഓണക്കാഴ്ചയൊക്കെ കണ്ടിട്ട് വന്നാലോ? ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞോണം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഉച്ചയ്ക്ക് ഞങ്ങൾ മാത്രമല്ല, ചേച്ചിമാരൊക്കെ വൈകിട്ടത്തേക്കാണ് വന്നത്. ഞാൻ മേടിച്ചെടുത്ത ഓണക്കോടി കേട്ടോ എല്ലാവർക്കും. അതിട്ട് ഞങ്ങളൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. പിന്നെ വൈകിട്ട് ഞങ്ങളുടെ ചെറിയ ഒരു പാർട്ടി തുടങ്ങി. ചെറിയൊരു ഡാൻസ് എന്നൊന്നും പറയാൻ വയ്യ, എന്നാലും ഞങ്ങൾക്ക് അറിയുന്ന പോലെയൊക്കെ കളിച്ച്. ഞങ്ങൾക്ക് ഡാൻസും പാട്ടും അറിയില്ല എന്നുള്ള അഹങ്കാരമൊന്നും ഞങ്ങൾക്ക് ആർക്കും ഇല്ല കേട്ടോ. ഏത് പാട്ടും ഞങ്ങൾ കൊളാക്കി കൈ തരും. അതുപോലെ ഡാൻസും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ, അലമ്പാക്കാൻ ഞങ്ങൾ ഈ ടീമിനെ കഴിച്ചിട്ടേ ഉള്ളൂ. ഞാനും പാട്ടിലൊരു കൈ നോക്കി, പാട്ടായിട്ട് വന്നില്ലെങ്കിലും ചേച്ചിമാർ പാടി. എല്ലാവരും ശ്രമിച്ചു നോക്കുന്നുണ്ട്. ഇത് ചെറിയ നാത്തൂനാണ് ഹൈലൈറ്റ്. ഭയങ്കര പേടിക്കാരത്തി, എന്നാലും നോക്കി പാടിയിട്ടാ. ഞങ്ങളൊക്കെ പാടിയത് വെച്ച് നോക്കുമ്പം ചേച്ചിക്കാണ് കുറച്ചും കൂടെ പാടാനുള്ള കഴിവെന്ന് തോന്നുന്നു. ഞങ്ങളൊക്കെ അത്യാവശ്യം പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു. ആരും വെറുതെ വരില്ല. ഇനി അടുത്ത മക്കളെ സെക്ഷനാണ്. അവിടെയും ഏട്ടൻ്റെ മാസ്റ്റർ സ്റ്റെപ്പ് കാണാട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടുമ്പോൾ ഇങ്ങനെയാണോ? ഞങ്ങളിവിടെ ഇങ്ങനെയാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഉള്ള സമയത്ത് അടിപൊളിയായിട്ട്. നാട്ടുകാർക്ക് ഞങ്ങൾ ശല്യമാണെങ്കിലും ഞങ്ങൾക്കിതൊരു ഹരമാണ്. വിജയേട്ടൻ്റെ പഴയ ലവ് സ്റ്റോറി പറയുകയാണേ, കേൾക്കാൻ മക്കൾ കാത്തിരിക്കുന്നതാണ്. നല്ല രസമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇതാ തെറ്റിപ്പോകുന്നുണ്ട്. ഇനി അടുത്തത് ഊഞ്ഞാലാട്ടം. മക്കൾക്ക് ആടാൻ വേണ്ടി കെട്ടി ഊഞ്ഞാലാണെങ്കിലും ഞങ്ങളെല്ലാവരും പരീക്ഷിച്ചു. ഏട്ടൻ ആടുന്നത് ഭയങ്കര പേടിയാണ്, എന്നാലും എല്ലാവരും മുന്നിൽ അഭിമാനം കാക്കാൻ ആൾ ധൈര്യം സംഭരിച്ചിരിക്കുന്നുണ്ട്. ആരും വെറുതെ വിട്ടില്ല കേട്ടോ, എല്ലാവരും ഊഞ്ഞാലാടി. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കിട്ടുന്ന സന്തോഷങ്ങൾ ഓർത്തിരിക്കാനൊക്കെ. ഞങ്ങളൊന്നും അങ്ങനെ അധികം ടൂർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വല്ലാതെ പോകാറില്ല. എല്ലാവരും കൂടുമ്പോൾ വീട്ടിൽ തന്നെ ഇതേപോലെ എല്ലാവരും. അതൊരു പ്രത്യേക രസമാണ്. ചേച്ചി ആദ്യം ഭയങ്കര ധൈര്യമൊക്കെ സംഭരിച്ച് അവസാനം ചേച്ചിക്ക് കയ്യിൽ നിന്ന് പോയി. കണ്ട മുഖമൊക്കെ ആകെ മാറിയിരിക്കുന്നു. ഇനി ഞങ്ങൾ സിനിമാ പേര് അഭിനയിച്ച് കാണിക്കുന്നതാണ് കേട്ടോ. എൻ്റെ അപ്പുട്ടൻ ഒരു സിനിമ കാണിക്കുക, സാന്ദ്രൻ എന്നാണ് ഞങ്ങൾ കൊടുത്ത സിനിമ. അവൻ അതിന് കാണിക്കുന്നത് കണ്ടോളുണ്ട്. ആംഗ്യഭാഷയിലൂടെ ഇന്ദ്രാന്ന് കാണിക്കുകയാണ്. എന്താന്നുള്ള അക്ഷരത്തിന് വള്ളിയിടുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെ കളിക്കാനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടിയത് ഇന്ന് ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുവരികയാട്ടോ ചെയ്തത്. അതുകൊണ്ടാണ് പകൽ ഈ കളിക്കഥ. ഞാൻ അടുത്ത ഏട്ടന് കൊടുത്ത ഓപ്ഷനാണ്. ത്വാത്വികൻ എന്നുള്ളത് കാണിക്കുന്നതാണത്. പിന്നെ എല്ലാവരും കൂടെ മന്തി മേടിച്ചു കഴിച്ചു, എല്ലാവരും അടിപൊളിയാക്കി. ഇനി ഞങ്ങൾ പുഴയിൽ പോവാട്ടോ. വൈകിട്ട് എല്ലാവർക്കും പുഴയിൽ പോകണം എന്ന് പറഞ്ഞു. ദേട്ടൻ കണ്ടോ, വിറകുണ്ടാക്കാൻ കത്തിയെടുത്ത് പോവുകയാണ് സംഭവം. എല്ലാവരും കൂടെ ഞങ്ങളിനി പുഴയിലേക്ക് നടക്കട്ടെ. ഇവരൊക്കെ വരുമ്പോഴേ ഞങ്ങളെല്ലാവരും പോവാറുള്ളൂ. ഇങ്ങനെ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് കുറച്ച് എങ്ങനെ പോകണം, മലഞ്ചുഴി പറയും.
കുറച്ച് പോകണം. അപ്പോൾ എല്ലാവരും കൂടെ ഇതാ അതിൻ്റെ ഇടയിൽ ഡാൻസും പാട്ടും കോപ്രായങ്ങളും എല്ലതും ഉണ്ട്. ഇതാ പുഴയിലെത്തിയിരിക്കണേ. ഞങ്ങൾ മണൽ മന്തി ഉണ്ടാക്കാണ് കേട്ടോ മക്കള് എല്ലാവരും കൂടെ. ഇതാണ് ഞങ്ങളുടെ വിശാലമായ പുഴ. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. എല്ലാവരും കൂടെ മെല്ലെ സംസാരിച്ച് മെല്ലെ 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 വരും. വെള്ളം കുറവാണ് കേട്ടോ, അപ്പോൾ ഒരുപാട് കുറവാണ്. എന്നാലും ഉള്ള വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ഒരു 2 വർഷം മുന്നേ ഇവിടെ ഒരു കുട്ടി ഈ ഇതിൽ വീണ് മരിക്കുകയൊക്കെ ചെയ്താൽ. പിന്നെ ഞങ്ങളിതാ ഇവിടെ ഡാൻസ് പ്രാക്ടീസാണ് കേട്ടോ. നാത്തുമാരെ കൊണ്ട് ആദ്യമായിട്ട് ഞാൻ ഒരു റീല് ചെയ്യിപ്പിച്ച്. ഈ റീല് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ സ്റ്റേജിന്മേൽ കയറിയെന്ന് പറയാം. ഗുരു ഞങ്ങളാണ്. നല്ല രസമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുഴയിൽ നിന്ന് എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞത് ഒരു 7:30-8 മണിയാകുമ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും കാണുക, ലൈക്ക്